ഒന്ന്, സാധാരണഗതിയിലുള്ള പുകവലി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ കമ്പനി കൂടുമ്പോൾ ആളുകൾ സ്നേഹമേ പങ്കുവയ്ക്കാൻ പാടുള്ളൂ, സൗഹൃദം പങ്കുവയ്ക്കട്ടെ, രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ, പുക പങ്കുവെക്കണ്ട. അങ്ങനെ പുകയ്ക്കണം എന്ന് തോന്നുന്ന ചെറുപ്പക്കാർ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ വിപത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ പറയുന്നതിന്റെ പശ്ചാത്തലം എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഈ ജയിലിനകത്തും ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ബീഡി വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 5-6 തവണ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ളൊരു സൗകര്യവും ഞാനങ്ങനെ പുകവലിക്കുന്ന ആളല്ല, അത്തരത്തിലുള്ള സൗകര്യം ആർക്കെങ്കിലും കിട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുകവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെ പറ്റി നമുക്കറിയാം. കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPM-ന്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിന്റെ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹം MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടതും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കെന്ന്. ഞാൻ അതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും MLA എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ടെ കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല, അതിനകത്തുള്ള പ്രതികരണം കൂടി ഇതൊരു ലൈസൻസ് ആണോ എന്ന് അല്ല, അതിപ്പോൾ അറിഞ്ഞല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്നുകൂടി പ്രതികരണം എടുക്കണം. ഇങ്ങനെ പറയുന്നുണ്ട്, അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് ആ മാനദണ്ഡം ഇതിനെന്തെങ്കിലും ഇളവുണ്ടോ, പുക വലിക്കാമോ എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്.